ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ ആകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. മോശെ ദൈവമായ കർത്താവിന്റെ നാമം ചോദിച്ചപ്പോൾ ദൈവം അവനോട് ഇപ്രകാരം ഉത്തരം പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന്. ഈ പുതിയ ദിനത്തിലും ദൈവമായ കർത്താവ് തന്റെ കൃപയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തുടർന്നും നൽകട്ടെ. നമ്മുടെ ദൈവം എന്നേക്കും ജീവിക്കുന്നവനാണ്. അവന് തുടക്കവും ഒടുക്കവും ഇല്ലാത്തവനാണ്. ഇന്നുള്ള മനുഷ്യൻ അടുത്ത ദിവസമില്ല. ഇന്ന് പ്രശസ്തിയും പ്രതാപവും ആസ്വദിക്കുന്ന ഒരു മനുഷ്യൻ നാളെ അപ്രത്യക്ഷമാവുകയും ചെയ്തേക്കാം. എന്നാൽ ദൈവം നിത്യനാണ്. വിശുദ്ധ ഗ്രന്ഥം ആവർത്തന പുസ്തകം 33-ാം അധ്യായം 27-ാം വാക്യത്തിൽ നിത്യദൈവം നിങ്ങളുടെ സങ്കേതമാണ്, അവന്റെ കീഴെ ശാശ്വതമായ ഭുജങ്ങളുണ്ട് എന്ന് പറയുന്നു. അവൻ ഉള്ളവനും മാറ്റമില്ലാത്തവനുമാണ്. എബ്രായർ 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് നാം വായിക്കുന്നു. ഞാൻ കർത്താവാണ്, ഞാൻ മാറുന്നില്ല എന്ന് മലാക്കി പ്രവാചകനിലൂടെ കർത്താവ് മലാക്കി 3-ാം അധ്യായം 6-ാം വാക്യത്തിലും പറയുന്നു. അചഞ്ചലമായ സ്നേഹത്തോടും മായാത്ത കൃപയോടും കൂടെ കർത്താവ് നിങ്ങളുടെ കരങ്ങൾ പിടിച്ചിരിക്കുന്നു. അവൻ ആരാണെന്ന് മറക്കരുത്. ബൈബിൾ പറയുന്നു, താൻ ഈ ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് പോകുവാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞപ്പോൾ ലോകത്തിലുള്ള തന്റെ സ്വന്തക്കാരെ സ്നേഹിച്ച് അവസാനം വരെയും സ്നേഹിച്ചു എന്ന് ഇത് യോഹന്നാൻ 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ആ സ്നേഹം ശാശ്വതമായ സ്നേഹമാണ്, ഒരിക്കലും മാറാത്ത സ്നേഹം. ഉള്ളവൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, യുഗാന്ത്യം വരെ ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് ഇത് മത്തായി സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. അവൻ യോശുവയോട്, നിന്റെ ആയുഷ്കാലമൊക്കെയും ഒരു മനുഷ്യനും നിന്റെ മുൻപിൽ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് യോശുവ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു. അങ്ങനെ അവൻ യോശുവയോട് കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ അവസാനം വരെ അവൻ നമ്മോടൊപ്പവും ഉണ്ടാകും. യഹോവ ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു. വിശുദ്ധ ഗ്രന്ഥം ഇപ്രകാരം പറയുന്നു, അങ്ങനെ ദാവീദ് മഹാനായി തീർന്നു, സൈന്യങ്ങളുടെ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് ഇത് 1 ദിനവൃത്താന്തം 11-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദ് ഇസ്രായേലിന്റെ മുഴുവൻ രാജാവായി. അവനെ നയിച്ച ദൈവം ദാവീദുമായുള്ള ശാശ്വത ഉടമ്പടി പാലിക്കാൻ കൃപയുള്ളവനുമായിരുന്നു. ദൈവമക്കളെ, കർത്താവ് അവൻ ഉള്ളതുപോലെ നിങ്ങളോട് കൂടെയുണ്ട്. അതിനാൽ സന്തോഷിക്കുകയും ചെയ്യുക, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം പുറപ്പാട് 6-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ എസ്രാ 1-2 അധ്യായങ്ങൾ, വൈകുന്നേരം യോഹന്നാൻ 19-ാം അധ്യായം 23 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ. വാക്യങ്ങൾ